അലാസ്കയിലെ ട്രൂഡോ ബേയിൽ നിന്ന് അർജന്റീനയിലെ ഊഷുവായ വരെ ഏകദേശം 30,000 കിലോമീറ്റർ നീളത്തിൽ പന്തലിച്ചു കിടക്കുന്ന പാൻ അമേരിക്കൻ ഹൈവേ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡാണ്. നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ഈ റോഡ് ബന്ധിപ്പിക്കുന്നു. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം ഈ റോഡ് മുറിഞ്ഞു പോകുന്നു. പനാമയും കൊളംബിയയും തമ്മിലുള്ള അതികടുപ്പമുള്ള കാടുകളിലാണ് ഈ റോഡ് മുറിയുന്നത്. അതിനെയാണ് ഡാരിയൻ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ലോക്കലായി ഇതിനെ എൽ ടാപ്പോൺ അഥവാ പ്ലഗ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏക ഭാഗമാണിത്. ഏകദേശം 106 കിലോമീറ്റർ നീളമുള്ള ഈ ഭാഗത്ത് പാൻ അമേരിക്കൻ ഹൈവേ പൂർണ്ണമായി ഇല്ലാതാകുന്നു. ആഴമുള്ള കാടുകളും മനുഷ്യനധികം കടന്നുപോയിട്ടില്ലാത്ത വനപ്രദേശങ്ങളും നിറഞ്ഞ ഇന്നും പൂർണ്ണമായി കീഴടക്കപ്പെടാത്ത ഭൂമിയാണ് ഡാരിയൻ ഗ്യാപ്പ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പ്രദേശങ്ങളിലൊന്നും അത്യന്തം മനോഹരമായ ഒരു പ്രകൃതി ഭാഗവുമാണ് ഡാരിയൻ. ഇപ്പോൾ എന്റെ മിഷൻ ഇതാണ്: ഡാരിയൻ കടന്ന് കൊളംബിയയിലേക്ക് എത്തുക. ഒന്നുകിൽ കാടുകളും വന്യജീവികളും നിറഞ്ഞ ഈ കാട്ടിലൂടെ നടന്ന്, അല്ലെങ്കിൽ കൊടുങ്കാറ്റുകളും ഏറ്റവും അപകടകരമായ സമുദ്ര സാഹചര്യങ്ങളെയും നേരിട്ട് അറ്റ്ലാന്റിക് തീരം വഴി. രാവിലെ ഞാൻ ടെന്റിൽ നിന്ന് എനിക്ക് വന്നിട്ട് ഇവിടെ സൗണ്ടൊക്കെ കേട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മഴയും കാറ്റും വെയിലല്ല രാത്രി അതാണ്ട് ഇവിടെ ആളൊക്കെ വന്ന കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ടെൻ്റടിച്ച് കിടന്നത്. കാറ്റ് വന്നപ്പോൾ അവിടെ കൊണ്ടുപോയി വെട്ടിയിട്ടു. അവസാനം ഞാൻ രാവിലെ എണീറ്റു കേട്ടോ. ക്യാമ്പൊക്കെ ചെയ്തു ഈ ഭാഗത്താണ് ടെൻ്റടിച്ച് കിടന്നത്. രാവിലെ ആയപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ അപ്പുറത്തെ ഗ്രാമത്തിൽ നിന്നല്ല, ഐലൻഡിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഇവിടെ ഫുള്ള് കാറ്റ് കണ്ടില്ലേ, വെള്ളം ഇവിടം വരെ വന്നു കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ട് ചട്ടി. ഇവിടെ ഇങ്ങനെ കുറേ ബോട്ടുകൾ വരും അപ്പുറത്തുള്ള ഐലൻഡിലോട്ട് പോകാനായിട്ടുള്ള അതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടെ ബോട്ടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ. ഈ കാണുന്ന ബോട്ടിൽ പോകാനാണ് കഴിഞ്ഞ ദിവസം തൊട്ടേ ഞാൻ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ. ഇവർ ദൂരോടെ പോകുന്ന ബോട്ടാണ്. പള്ളിക്കാണ്. മോർണിംഗ് ബ്രോ. എൻ്റെ അവിടേക്കാണ് ഇന്നലെ ഞാൻ ഫുട്ബോൾ കളിച്ചത്. ഇവരുടെ ടോയ്ലറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ ടോയ്ലറ്റ്. ഇവിടെ നിൽക്കുക, അപ്പി ഇടുക, അപ്പി താഴോട്ട് പോവും. ഓ പടച്ചോനെ നാറ്റം ഇവിടെ. എല്ലാവരും കണ്ടോ, അപ്പുറത്തെ ആ ഐലൻഡിൽ നിന്ന് ബോട്ടിൽ വന്ന് ഇറങ്ങിയവരാണ് കേട്ടോ. രാവിലെ പനാമ സിറ്റിയിലൊക്കെ പോകാനായിട്ട് ഇവർ വല്ലപ്പോഴൊക്കെയാണ് പനാമ സിറ്റി പോകുന്നത്. പിന്നെ കുറേ കാണുന്ന ആൾക്കാർ പനാമ സിറ്റിയിൽ നിന്ന് വന്നവരുമാണ് ഇതുപോലുള്ള കാറുകളിൽ. ഇനി കുറേ ടൂറിസ്റ്റുകളും ഇങ്ങോട്ട് വരും. ഇവിടെ ആകെയുള്ള സ്റ്റോറി കാണുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. ചില ഇതുപോലുള്ള ട്രൈബൽ ആളുകൾക്ക് മൂക്കിൽ വെട്ടും കുത്തുമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കുറേ സംഭവമുണ്ട്. കുറേ അവര് ടാറ്റു ഒക്കെ ഉണ്ട്. ബോട്ടിൽ നല്ല ലീക്ക് ഉണ്ടല്ലോ. ഇവര് വെള്ളം എല്ലാം കോരി ഒഴിക്കുക ബക്കറ്റിൽ. രാവിലെ ഞാൻ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ട് കൺവിൻസ് ചെയ്യുവാണ് കേട്ടോ. വേറെ വഴിയില്ല, കാരണം ആ ബോട്ട് കാർഗോ ആയതുകൊണ്ട് അവർ കയറ്റൂലാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറച്ച് റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ ഇവരുടെ പോർട്ട് അതോറിറ്റിയുടെ അടുത്ത് സംസാരിച്ച് എങ്ങനെയെങ്കിലും കയറ്റി വിടാൻ വേണ്ടിയാണ്. ഇവരുടെ ബ്രെഡാണ് കേട്ടോ ഇവിടുത്തെ ഭക്ഷണം. ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിവിടെ റെസ്റ്റോറൻറ്റ് പോലെയാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ കയ്യിലുണ്ടായിരുന്ന നട്ട്സ് മാത്രമാണ് കഴിച്ചത്. വെറും മാവും അതിൽ കുറച്ച് ടൊമാറ്റോ സോസും. റെസ്റ്റോറൻറ്റ് todo lo que tengo, ven y rompamos el silencio. Es el momento de prendernos. ഈ ബോട്ട് വേറെ ഏതോ ഒരു വില്ലേജിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആട്ടോ ബോട്ടിൽ പോകുന്നത്. ഇതിനെക്കാട്ടി ഫ്ലൈറ്റിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ബാഗ് ഇവിടെ കിടക്കുക, ബാക്കി എല്ലാവരും കയറി.
എന്റെ ആ ബോട്ട് പോയട്ടോ, അത് ദൂരെ പോകുന്ന ബോട്ടായിരുന്നു. അവന്മാർ എന്നെ കയറ്റിയില്ല, ലാസ്റ്റ് ഫുള്ളായി. പിന്നെ അതാണ്ട് ഇവിടെ വേറെ ഏതൊക്കെ ബോട്ടുണ്ട്. ഈ കാണുന്ന ബോട്ടിൽ ഞാൻ പോകുന്നു. ബ്രോ ഗ്രാസിയസ്. നമ്മുടെ സാൻ ബ്ലാസ് ഐലൻഡ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സാൻ ബ്ലാസ് ഐലൻഡ്. ഈ നമ്മുടെ ബോട്ടിലിരിക്കുന്ന ആളുകളെല്ലാം ഇവിടെയാണ് കേട്ടോ വന്നിറങ്ങുന്നത്. ഈ കാണുന്നതാണ് സാൻ ബ്ലാസ് ഐലൻഡ്. ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ആളുകളെല്ലാവരും വെക്കേഷന് ഹോളിഡേക്കൊക്കെ വരുന്ന ഒരു ഐലൻഡാണ് കേട്ടോ. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവും ആണ്, കാരണം മെയിൻലാൻഡുമായിട്ട് അങ്ങനെ കണക്ഷൻ ഇല്ലല്ലോ. നമ്മുടെ ടെർമിനലിന്റെ അകത്തോട്ട് കൊണ്ട് കയറ്റി കേട്ടോ. പട്ടി ഇവിടുത്തെ സെക്യൂരിറ്റി ആണോ? നമ്മൾ വന്നത് ആ കാണുന്ന മെയിൻ ഐലൻഡിൽ നിന്നാണ് കേട്ടോ. അവിടെ നിന്നാണ് വന്നത്. ഇത് ആക്ച്വലി ഒരു പെട്രോൾ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഫ്യൂവൽ നിറയ്ക്കുന്നതുണ്ടോ വണ്ടിയിൽ. ഇങ്ങനെയാണ് ആക്ച്വലി ഇവർ ഫ്യൂവൽ നിറയ്ക്കുന്നത്. ഈ ടാങ്കിൻ്റെ അകത്ത് ഹോസ് ഇട്ടിട്ട് വണ്ടിയുടെ അകത്ത് നിറയ്ക്കും കേട്ടോ. വണ്ടിയുടെ അകത്തല്ല, അതിൻ്റെ അകത്തുള്ള ഇതിലോട്ട് ഇറങ്ങി. അതുകൊണ്ട് അവിടെ മറ്റേ ബോട്ട് അവിടെ നിന്ന് ടാങ്കിൽ ഇത് നിറയ്ക്കുവാണ് കേട്ടോ. 3 ബോട്ട് നിരനിരാ നിന്ന് വെള്ളം നിറയ്ക്കുന്ന കാഴ്ചയാണ്. ആ കാണുന്നതെല്ലാം നമ്മുടെ പെട്രോൾ സ്റ്റേഷനാണ് കേട്ടോ. കണ്ടില്ല, അതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തും. ഇവര് അടുത്ത കുപ്പിയിട്ടിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അതിന് വല്ലേ അങ്ങോട്ട് പോകും. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ വീടുകളും സംഭവങ്ങളൊക്കെയാണിത്. ഇതുപോലെയാണ് കേട്ടോ. പിന്നെ കുറേയൊക്കെ നല്ല അടിപൊളി അക്കോമഡേഷനൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയായിട്ട്. ഈ കാണുന്ന വണ്ടിയിലിരിക്കുന്ന ആളുകളെല്ലാം ടൂറിസ്റ്റുകളാണ് കേട്ടോ. നമ്മുടെ ഡോഗ് കണ്ടില്ലേ. ഇവരുടെ ഐലൻഡ് എന്തോ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടോ. ഏകദേശം 360ഓളം ഐലൻഡ് വെച്ചിട്ടുള്ള ഒരു ദ്വീപ് സമൂഹത്തിനെയാണ് സാൻ ബ്ലാസ് എന്ന് പറയുന്നത്. വെൽക്കം ടു ക്യാബിൻ ടുക്ക. നല്ല നീല വെള്ളം കേട്ടോ. അവിടെ എല്ലാ ആളുകൾ വെള്ളത്തിൽ കണ്ടോ കളിക്കുന്നത്. ഈ കാണുന്ന പോലെ ആ ഒരു ഭാഗത്ത് കുറെ ഐലൻഡ് കേട്ടോ. ഏകദേശം 360ഓളം ഐലൻഡ് ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഒരു നീല വെള്ളം കേട്ടോ. അടിപൊളി. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മളിവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇവിടെ എല്ലായിടത്തും ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഇവിടെ കുറെ യോട്ടുകളുണ്ടല്ലോ. എല്ലാവരും എനിക്കൊന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ബോട്ടിൽ വന്നവരാണ് കേട്ടോ. സ്നോർക്കിളിങ്ങിനും സ്കൂബ ഡൈവിങ്ങിനൊക്കെ ഇവര് ബോട്ട് ട്രിപ്പിനായിട്ട് വന്നവരാണ് കേട്ടോ. ഈ ബോട്ടിൽ കൊണ്ടുപോയി കറക്കുക. തൊട്ട് കാണുന്നതാണ് നമ്മുടെ ഐലൻഡ്. ഡോൾഫിനാട്ടോ. നമ്മുടെ ഡോൾഫിനാണ് കേട്ടോ ഇപ്പം മുങ്ങിയ. ഒരു ടീമിനെ അവര് യോട്ടിൽ ഇറക്കി. ഇനി 2 പേരും കൂടെ ഉള്ളു കേട്ടോ. ഈ 2 പേരെ വേറെ ഏതോ യോട്ടിൽ ഇറക്കും. അവിടെ ഫ്രഷ് ഫിഷാണ് കേട്ടോ. അവര് അതുകൊണ്ട് ക്ലീൻ ആക്കി കൊണ്ട് കൊടുക്കുന്നത്. ഈ ബോട്ടിലൊക്കെ കൊടുക്കുവാണ്. അവര് പിടിച്ചതാ ഇപ്പം. ഇവര് ഓൺലൈനിലൊക്കെ കണ്ടിട്ട് ഓരോ ആളുകളുടെ അടുത്ത് ബുക്ക് ചെയ്യുന്നവരാണ്. ഇവരുടെ കൂടെയാണ് കേട്ടോ ബുക്ക് ചെയ്തത്.
3 ദിവസത്തേക്ക് എന്തോ ഇവര് ബുക്ക് ചെയ്തതാണ്. കടലിൽ നിന്ന് ഒരു നിധി കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി നിർത്തി വളച്ചു വന്നു കേട്ടോ. എന്താ ചാക്കിൽ എന്തോ ഉണ്ട് സാധനം. നിധി എന്ന് പറഞ്ഞ് വന്നത് എന്തോ അഴുക്ക് സാധനം കേട്ടോ. അയ്യോ, പാടുവിട്ട് വന്നതാണ് കേട്ടോ. വേറും കൂതറ എന്തോ അഴുക്ക് സാധനമാണ്. നമ്മള് നാരങ്ങ എന്ന് പറയുന്ന ഒരു വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ ഇവരെന്നെ ഇറക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഏതെങ്കിലും ബോട്ടൊക്കെ തപ്പി കണ്ടുപിടിച്ച് വേണം പോവാൻ. ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ അപ്പുറത്ത് ചെറിയ ഐലൻഡുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ടുള്ള ഇവിടെ ചെറിയ പാലമൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ബോട്ടുകൾ കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിന്ന് വല്ല വണ്ടിയൊക്കെ കിട്ടുമെങ്കിൽ നോക്കണം. അമിഗോ, ഹോലാ, tu nombre? Andrés. Tu ayuda. Muchas gracias. Tu, amigo? Ekbar. Leo, mucho gusto. Tu, mucho bien persona. Mucho gracias. കേട്ടോ, നല്ല ഹെൽപ്പ് കേട്ടോ. India. Sur de la India. Tu hablar Habibi. Vamos Kerala. Habibi, come to Kerala. No problem. Habibi, come to Kerala. പുള്ളിക്കാരൻ എന്തോ. Habibi significado señorita. Señor. Habibi. ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസൊക്കെ ഓഫർ ചെയ്തു കേട്ടോ. ഇവിടെ ആവുന്നതെന്ന് പറയുമ്പം മറ്റേ ബോട്ടിൽ ചോദിച്ചപ്പോൾ $35 കേട്ടോ. അതായത് 3500. തൊട്ടപ്പുറത്ത് ഒരു 5-10 കിലോമീറ്റർ കൂടെ പോകുന്ന ഇറക്കുന്നതിന് ഈ ബോട്ടിൽ ഇവിടം വരെ വരാനായിട്ട് $25 20 ആക്കിയതാണ് ഞാൻ. ഇത് നമ്മുടെ ഇവരുടെ ട്രഡീഷണൽ എംപനാദയാണ്. ഇവിടെ വേറെ ബോട്ടിൽ ആൾക്കാരൊക്കെ വന്നു കേട്ടോ, കൊച്ചു പയ്യന്മാര്. നല്ല ഭയങ്കര കാം ലൈഫാണ് കേട്ടോ. താങ്ക് യു ബ്രോ, ഗ്രാസിയാസ്. അടിപൊളി. മഴ. എന്റെ ഷൂസും സാധനമൊക്കെ എടുക്കട്ടെ. ഫുള്ള് മഴ കേട്ടോ. ഒരു നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ച ഐസിട്ട ബിയറെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കൊണ്ടുവന്നു. ഗ്രാസിയാസ്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയാണ് ഇത് നാരങ്ങയാണ്. ഇവിടുന്ന് ധാരാളം മൈഗ്രൻസ് കൊളംബിയയിലോട്ട് പാസ് ചെയ്യും. ദേ ആർ ബോട്ട് ഫ്രം പനാമ. പനാമയിൽ നിന്ന് കൊളംബിയയിലോട്ട് പോകുന്നതാണ്. ഇന്ന് 5 ബോട്ട് ഓൾറെഡി പാസ് ചെയ്തു. നാളെ വേറെ ബോട്ടുകൾ പാസ് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ കയറാനാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഇരുന്നാൽ വേറെ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. വെറുതെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ എല്ലാവരും. അല്ലെങ്കിൽ വേണ്ട ഇതുപോലെ വെറുതെ പുറത്ത് നോക്കിയിരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും വള്ളത്തിലൊക്കെ കയറിയിട്ട് മീൻ പിടിക്കാനൊക്കെ ഇവരുടെ കൂടെ ഇങ്ങനെ പോയിട്ടൊക്കെ വന്ന് നിൽക്കാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ. എനിക്ക് പയ്യെ പോയാൽ മതി. പക്ഷെ എനിക്ക് പെട്ടെന്ന് നേരെ പോയിട്ട് കൊളംബിയ പോയിട്ട് എംബസി പോകണം കേട്ടോ. എനിക്ക് വിസ കിട്ടേണ്ട ആവശ്യമുണ്ട്. അതെന്ത് ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. കുറച്ച് റൈസ്, ചിക്കന്, വെള്ളം. ഇതിന് $6. 600 രൂപയാണ് കേട്ടോ ഈ കാണുന്ന ഒരു ഫുഡിന്. എക്സ്പെൻസീവ്. സത്യം പറയാലോ, കുറെ ദിവസത്തിന് ശേഷം അടിപൊളി ചിക്കൻ കഴിച്ചു കേട്ടോ. എന്താ ടേസ്റ്റ്. 600 രൂപ എടുത്തെങ്കിലും വാല്യൂ ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചിക്കൻ കഴിച്ചപ്പോ അടിപൊളി. അങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ ഒരു കമ്പനിക്കാരനെ കിട്ടി. ബ്രോ, തു നോംബ്രേ, വാട്ട്സ് യുവർ നെയിം? ഹൊത്ത കസ്റ്റിയോ. ഇതാണ് നമ്മുടെ ഹൊത്ത കസ്റ്റിയോ. അപ്പൊ ഇതാ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഇത് കണ്ട ഒരു ലക്ഷദ്വീപൊക്കെ പോലെ തോന്നിപ്പിക്കാൻ വേണമെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി. നരഗണ കമ്മ്യൂണിറ്റി ഗുണയാല എന്ന് പറയുന്ന ഒരു ഐലൻഡ് സമൂഹത്തിലെ നാരങ്കാന എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഗുണയാല എന്ന് പറയുന്നത് 360ഓളം വില്ലേജസ് ഉണ്ട്. ഇതാ ഇവിടെ പയ്യന്മാര് ഫുട്ബോൾ കളിക്കുന്നു. ഇതെന്താ സ്കൂളാ? Escuela Bilingüe Rodolfo Chiari. ഇതേതോ ഒരു സ്കൂളാണ്. ആരുടെ പേരിലുള്ള ഒരു സ്കൂളാണ് കേട്ടോ. ഇവിടെ വലിയ പേരൊക്കെ അവര് പനാമ സിറ്റിയിൽ വേണം പോയിട്ട് പഠിക്കാനായിട്ട്. കൊച്ചുകുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളേ ഇവിടെ നമുക്കുള്ളൂ. ഇവിടെയുള്ള വഴികളും വീടുകളൊക്കെ നോക്കിക്കേ. നല്ല മനോഹരം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. ഈ കാണുന്നത് നമ്മുടെ ഇഗ്ലേഷ്യ ചർച്ച് പള്ളിയാണ് കേട്ടോ. ഒരു ക്രിസ്ത്യൻ പള്ളി. അതിൻ്റെ മുന്നിൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ്.
Again side volleyball. Volleyball beach. വോളിബോൾ ബീച്ചാണ് ഇവിടുത്തെ. ഇവിടെ വീടുകളൊക്കെ ഭയങ്കര ആ കാണുന്നത് ഒരു ചെറിയ ഐലൻഡാണ് കേട്ടോ. ആകെ എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ പോലും ചുറ്റളവില്ല. ഇവിടെ ആൾക്കാർ ഇരുന്ന് തുണിയാക്കുവാണ് കേട്ടോ. ഹലോ ബുനോസ് ദിയാസ്, സോറി ബുനോസ് താർദാസ്. ഇവരിരുന്ന് എന്തൊക്കെ ചെയ്യാണ് കേട്ടോ. ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഒന്നുമില്ല കേട്ടോ. കുറെ മുള കൊണ്ടുള്ള വീടുകള്, ആളുകളെല്ലാം എനിക്ക് തോന്നുന്നു കുറെ മീനൊക്കെ പിടിച്ചിട്ട് പിന്നെ ഇതുപോലുള്ള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന കുറെ ആളുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഉള്ള ആണുങ്ങളൊക്കെ തന്നെ അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്നവരാണ്. ടൂറിസം ബിസിനസ് ആണ്. മിക്കയിടത്തെയും കക്കൂസുകൾ ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം വെള്ളത്തിൽ അതുപോലെ വീഴുന്ന തരത്തിലുള്ള കക്കൂസുകൾ കണ്ടില്ലേ എല്ലാ വീട്ടിന്റെ പുറകിലും. Sí, sí, sí. Lejos. Sí. Aquí se siente el clima como del aire. No. ഇവിടെ ചേട്ടാ ഐസൊക്കെ കുടിച്ചിരിക്കുകയാണ്. Tu nombre? Chelsea. Mucho gusto. ¿Cómo es tu nombre? Mahin. ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ പബ്ലിക് ബാത്റൂം ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഇതിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഭയങ്കര ദേശഭക്തിക്കാരാണ് ഇവിടെ ഉള്ള ആളുകൾ. ഈ കാണുന്നത് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഗ്യാസോ അതിൻ്റെ എന്തോ ശേഖരണമാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ബോട്ടിലേക്കുള്ള ഇന്ധനമൊക്കെ തന്നെ എന്തോ. ഇവിടെ എല്ലായിടത്തും ഇവരുടെ ഫ്ലാഗുകൾ കാണാൻ സാധിക്കും. അവിടെ 2 പോലീസുകാർ. ഇവിടുത്തെ നമ്മുടെ ഒരു ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ കുറേ പഴം, നമ്മുടെ മരിച്ചിനി, യൂക്ക, നമ്മുടെ ചേമ്പോ ഇവിടുത്തെ ചെറിയൊരു സ്റ്റോറാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ആകെ കുറച്ച് മുളക്, കുറച്ച് നാരങ്ങ, ക്യാരറ്റ്, കുക്കുംബർ എല്ലാം ലഭ്യക്കുറവാണ് കേട്ടോ. പുറത്തുച്ചക്ക ഉള്ളതിനെല്ലാം നല്ല വിലയും ആയിരിക്കും കേട്ടോ. കാരണം ഇത്രയും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണ്ടേ. ഇത് ഇവിടുത്തെ സ്കൂൾ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുട്ടികൾ വോളിബോൾ എന്തോ പ്രാക്ടീസ് ചെയ്യുവാണ്. ഇതിവിടുത്തെ സേനാ ഫ്രണ്ട്, ഇവരുടെ പോലീസിൻ്റെ ആണ് കേട്ടോ. പനാമ ഞാൻ കണ്ടില്ലേ, ഈ കാണുന്നതാണ് നമ്മുടെ പനാമ കനാല്. ഇവിടെയാണ് നമ്മുടെ കൊളംബിയ വരുന്നത്. ഇത് നമ്മുടെ പനാമ കനാല്, ഇത് പനാമ സിറ്റി, ഇത് പനാമയുടെ മാപ്പ്. ഇതാണ്ട് ഈ കാണുന്നത് പനാമയുടെ മാപ്പ്, അത് കോസ്റ്ററിക്ക, ഇത് കൊളംബിയ. ഇവിടെ ഇത്രയും ജംഗിളാണ്. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ഇന്നലെ ബോട്ടെടുത്ത് ഇവിടെ എത്തി. ഇനി ബോട്ടെടുത്ത് ഇങ്ങനെയാണ് ഞാൻ എത്താൻ വേണ്ടി പോകുന്നത്. കൊളംബിയ എത്താനാണ് കേട്ടോ പ്ലാന്. അല്ലെങ്കിൽ വേറൊരു വഴി ഇവിടം വരെ റോഡുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റോഡില്ല. ഇവിടെ നിന്ന് കാട്ടിൽ കൂടെ ഇങ്ങനെ കയറി അത് ചിലപ്പം മരിച്ചൊക്കെ പോവാം. ഇത് തന്നെ ബോട്ടെടുത്ത് തന്നെ പോകുന്നത് ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ പോലീസിൻ്റെ ക്യാമ്പ് തോന്നാം കേട്ടോ. ഇവിടെയും കുറേ കുട്ടികൾ ഇന്ന് കളിക്കുന്നുണ്ട്. വോളിബോൾ കളിക്കാണ് കേട്ടോ. ഇതാണ് ഇവരുടെ സർവീസിയോ നാഷണൽ ഡെ ഫ്രണ്ടറാസ്. കണ്ടില്ലേ, ബോർഡർ പോലീസിൻ്റെ ഒരിതാണ്. ഇതൊക്കെ ഇവിടുത്തെ പട്ടാളക്കാരുടെ വസതികളാണ് കേട്ടോ. അവിടെ ഹാമോക്കിൽ റെസ്റ്റ് എടുക്കുന്ന പട്ടാളക്കാരെ കണ്ടോ. പട്ടാളക്കാരല്ല, ഇവർ പോലീസാണ് കേട്ടോ. അവിടെ തൊട്ട് പട്ടാളക്കാരന്മാരുടെ മെസ്സാണെന്ന് തോന്നുന്നു. പട്ടാളക്കാരുടെ മെസ്സ്. ഇവിടെയൊക്കെ ചെറിയ മുടുക്ക് തട്ടുകളുണ്ട് കേട്ടോ. ഇതെന്താ ബത്തീതോസ്? ഫോട്ടോ എടുക്കാൻ പൈസ വേണോന്നാണ്. മണി ഓർക്കേ എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും നമ്മളെപ്പോലുള്ള കളറുള്ള ആൾക്കാരാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സ്റ്റേഷനറി ഷോപ്പ്. ഇത് നമ്മുടെ യൂണിഫോമത്തിൻ്റെ കട. ഇതാ ചെറിയ ഫാൻസി ഐറ്റംസ്. നമ്മുടെ നാട്ടിൽ അച്ചാർ തൂക്കിയിട്ടയ്ക്കുന്ന പോലെ ഇവിടെ എന്തൊക്കെയാണ് തൂക്കിയിട്ടയ്ക്കുന്ന കവറിൽ. മസാലയാണ് കേട്ടോ. കൺസ്യൂം പോയോ ചിക്കൻ പൊടിയ. ഇവിടെ എല്ലാ കുട്ടികൾക്കും ഒരു കമ്മ്യൂണിറ്റി ലൈഫുണ്ട് കേട്ടോ. ചെറിയ വില്ലേജ് ആയതുകൊണ്ട് എൻ്റെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഹലോ ബോനോ, ഇവനാണ് ഈ തലയിലെ ലീഡർ എന്ന് തോന്നുന്നു കേട്ടോ ഇവിടത്തെ. അവൻ്റെ കയ്യിൽ ഒരു ഫോണൊക്കെ ഉണ്ട്. ¿Qué pasó? Ese es un iPhone. Yeah, sí. ¿iPhone qué? iPhone 16. 16? Sí. 16. 16. ഇവിടെ ഇവർക്ക് അപ്പുറത്തൊരു ഞാൻ ഒരു പാലം കാണിച്ചു തന്നില്ലേ, ആ പാലമാണ് കേട്ടോ ഈ കാണുന്നത്. ആ പാലത്തിൽ കൂടെ ഇനി നടന്ന് നമുക്ക് അപ്പുറത്തോട്ട് പോവാം.
ഈ കാണുന്നതും ചെറിയൊരു ഷോപ്പാണ്, ജ്യൂസൊക്കെ കുടിക്കാനൊക്കെ പറ്റിയ. ഇവിടെ ഇരുന്ന് ഇതൊരു പോർട്ടാണ് കേട്ടോ. അത് ഇവിടെ ആളുകൾ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പനാമയിൽ നിന്ന് ലോഡ് കൊണ്ടുവന്നതാണ് കേട്ടോ. ഫുള്ള് ബിയറാണ് കേട്ടോ. ഞാൻ നേരത്തെ വന്നിറങ്ങിയത് അവിടെയാണ് എൻ്റെ ബാഗ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് നമ്മുടെ പാലമൊക്കെ കാണിച്ചു തന്നിരുന്നു. ചെങ്കിൾ കണ്ടില്ല, ഇതാണ് നമ്മുടെ ഡാറിയൻ ചെങ്കിളിൻ്റെ ഭാഗങ്ങൾ കേട്ടോ. ഫുള്ള് വിചാരിക്കുന്ന പോലെ അല്ല, ഒടുക്കത്തെ ചെങ്കിളാണ്. അങ്ങോട്ടൊന്നും ഒരു വീടുകളോ ഒന്നുമില്ല. അപ്പുറത്ത് ആരൊക്കെ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ട് കിടക്കും. ഇവിടെ വന്നപ്പോൾ കൂടുതൽ നമ്മുടെ ഇവിടെ ആ കാണുന്നത് ഒരു ഹോസ്റ്റലാണ് കേട്ടോ. ഇവിടെ ഹോസ്റ്റൽ എന്തോ അവർ പണിയേൽപ്പിക്കുകയാണ്. ഇവിടെയും ഇതുപോലെ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഇവിടെയും ഒരു വില്ലേജൊക്കെ ഉണ്ട് കേട്ടോ. വില്ലേജ് അല്ല, സെൻറ്ററൊക്കെ ഉണ്ട്. കുറേ പേര് എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. ഓലാ ഓലാ. ഇതാ ഇവിടെ ഇവര് വോളിബോൾ കളിക്കുകയാണ് കേട്ടോ. No grave. No grave. Dile. No, porque hoy estamos celebrando el Día de la Revolución con el 100%. Revolution. Okay. Y hoy tenemos que Tienen que estar vestidos con ropa roja. Oh, Red Revolution. Hablar. ഇവരെന്തോ റെവല്യൂഷന്റെ കാര്യം എന്തോ പറയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ജീസസ് കുനായാല റെവല്യൂഷൻ. ആ നോക്കി അവരുടെ ട്രൈബ് ഇൻഡിജിനസ് ഡ്രസ്സൊക്കെ. Negro. ഓ നോ. No. $1, niños. Hay que pagar $1, niños. Why? Sí. $1. Yes. Ya, niño. Este no. Este sí, rojo. Red. Sí. This no red. No, ese es básquet aparte. Eso es aparte. Pero Basketball. Me no red. no, ese es negro. Ese es $1 a niños, niños. Why? Me no lo sé. No lo sé. No sabe, pero hay Okay, que me pagar. take it out. No, No. rojo. $1. $1. La ropa. ആഹാ. La ropa. Debes. ഇവിടെ ആയിട്ട് ഇവരുടെ ഒരു ബാങ്ക് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കമ്മിറ്റി ദ എക്കണോമിയ ഫിനാൻസ്. ഇതാണ് കേട്ടോ ഇവരുടെ ബാങ്കിന്റെ കുറെ പെട്ടികൾ കണ്ടില്ലേ. ഇതാണ് പൈസ പെട്ടി എന്ന് തോന്നുന്നു. ലോക്കറാണ് കേട്ടോ ഇവിടുത്തെ ലോക്കറാണ് കേട്ടോ. കൊള്ളാമല്ലോ, ബാങ്കിന്റെ ലോക്കർ. ബാങ്കിന്റെ അകത്ത് കയറി ഫോട്ടോ ഒക്കെ എടുക്കാനേ. ഇവിടുത്തെ നമ്മുടെ ഈ ഗെയിമിന്റെ പേര് പറഞ്ഞല്ലോ. ഇവിടെ എവിടെ നോക്കിയാലും ബിയറിന്റെ കുപ്പികളാണ്. ഇന്ന് ഇവരുടെ എന്തോ വാർഷികം എന്താണ് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ഇവിടുത്തെ നിയമമാണ് എല്ലാവരും ചുമന്ന ഡ്രസ്സ് ധരിക്കണമെന്ന്. ഇവിടുത്തെ നമ്മുടെ പനാമയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമം എന്ന് തോന്നുന്നു കേട്ടോ. ഒരു പാർട്ടി ഗ്രാമം എന്ന് തോന്നുന്നു. ചുവന്ന ഡ്രസ്സ് മാത്രം. ഹലോ ബെലേറോ. അച്ഛൻ വന്ന് തെറി വിളിക്കാണോ കേട്ടോ മക്കളെ, പേടിച്ചെല്ലാണോ. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാവരും റെഡാണ്. ഈ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ അവർ ഫേസിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ തുണിയൊക്കെ കഴുകിയിട്ടേക്കുന്ന രീതിയൊക്കെ കണ്ടില്ലേ. എല്ലാവരും റെഡാണ്. റെഡ് ഇല്ലാത്തവർക്കാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന് ഞാനിവിടെ ഇവരുടെ സ്ഥലത്ത് വന്നിട്ട് ഈ കാണുന്ന ഇവിടുത്തെ ഒരു സ്റ്റേജാണ് കേട്ടോ. ക്രിസ്മസ് ആഘോഷമൊക്കെ നടന്നപ്പോൾ ഉള്ള സ്റ്റേജ്. ഇവിടെ വന്ന് ഇവരുടെ ഗെയിം കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ആയിട്ടാണ് ഇവരുടെ ഇത് മുനിസിപ്പൽ ഓഫീസാണ് കേട്ടോ. ഗുണയാല മുനിസിപ്പൽ ഓഫീസ്. ഇവിടെ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഫിഡറൽ കാസ്ട്രോ ആണ് ഈ കാണുന്നതെന്നാണ് തോന്നുന്നത്. ഇവരുടെ ഇൻഡിജിനസ് കാസ്ട്രോ ആയിരിക്കണം. ബോനോ പ്രാവശ്യം ഓൾറെഡി ബോനോ പറഞ്ഞ കേട്ടോ. അതുകൊണ്ടായിരിക്കും രണ്ടാമത് പറയാത്തത്. ഇതാണ് ഇവരുടെ ചിഹ്നം കണ്ടോ. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ റെഡ് ആർമിക്കാരാണ് കേട്ടോ ഈ കാണുന്നത്. എന്നെ ഞാനിവിടെ വെച്ച ഒരു ബോട്ടിനെ കണ്ടുപിടിച്ചോട്ടെ. എനിക്ക് ലിഫ്റ്റ് തരാത്ത ബോട്ട്. അമീഗോ ഓലാ
ഇവരാണ് കേട്ടോ, ആ കരയിൽ വന്നവരാണ്. എനിക്ക് ലിഫ്റ്റ് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടെന്നാ ഇവര് വണ്ടിയിൽ എന്നെ കയറ്റിയില്ല. ഇവിടെ ഇവര് കാർണിവൽ എന്തോ നടത്തിപ്പിക്കാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്തോ പരിപാടി, പൈസ എണ്ണുന്ന പരിപാടി. ഇവിടെ കുറേ ആൾക്കാരെന്തോ മീറ്റിംഗ് പോലെ വന്നിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തൊക്കെ. പ്രായമായിട്ടുള്ള അമ്മച്ചിമാരൊക്കെയാണ് കേട്ടോ കളിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന കുഞ്ഞാൾക്കാർ മാത്രമല്ല, ഇവരൊക്കെ അമ്മച്ചിമാരാണ്. കണ്ടില്ലേ, പ്രായമായിട്ടുള്ളവരൊക്കെയാണ് ഇവിടെ കളിക്കുന്നത്. ഇവിടെ ചെറുക്കന്മാർ ചെയ്യും നോക്കിയേ. അവിടെ ഒരു കൊട്ടിയിരുന്ന് മീൻ പിടിക്കുവാണ്. ഇവിടെ മീനൊക്കെ കിട്ടി കേട്ടോ. വാവ്, ബൊനിത്തോ, മീൻ കിട്ടി. Mira culo. Mira culo. Hey. Hey. ഞാൻ കുറച്ചു നേരം സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവരുടെ സ്പാനിഷ് സിനിമകൾ ഇവിടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഈ കാണുന്നതൊക്കെ ഇവരുടെ റെവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങളാണ്. അതായത് കാട്ടിൽ നിന്ന് ചെങ്കൊടിയും പിടിച്ചിട്ട് മല കയറുന്ന ഗോത്ര സമൂഹങ്ങൾ, ഇവിടുത്തെ സമൂഹങ്ങൾ. പട്ടാളക്കാരന്മാർ വെടിയുതിർക്കുന്നു. പട്ടാളക്കാരന്മാരെ ഇവരുടെ പഴയ എന്തോ വെച്ചൊക്കെ ഇടിച്ച് ആക്കുന്നു. കണ്ടില്ലേ, വെള്ളത്തിലൂടെയൊക്കെ ഇഴഞ്ഞു പോയി. അങ്ങനത്തെ ഒരു ചിത്രമാണ് കേട്ടോ. ഇവിടുത്തെ ഇൻഡിജിനസ് സമൂഹത്തിൻ്റെ ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്നതാണ്. സമയം രാത്രിയായി. അയ്യോ, നല്ല കാറ്റ്, നല്ല തണുപ്പ്. ഞാനിവിടെ സ്ലീപ്പിംഗ് ബാഗും വെച്ച് ഇങ്ങനെ കിടക്കുക. നല്ല തണുപ്പ് കേട്ടോ, വിചാരിക്കുന്ന പോലെ അല്ല, തണുത്ത് വരുന്നു. നല്ല കാറ്റ്. നാളെ രാവിലെയൊക്കെ ഏതെങ്കിലും ബോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് പോയായിരുന്നു. എൻ്റെ കയ്യിലുള്ള ബിസ്ക്കറ്റും കഴിച്ചിരിക്കുവാണ് കേട്ടോ. സത്യത്തിൽ നല്ല ചിക്കൻ ബിരിയാണി. ചില ആൾക്കാർ ചോദിക്കും നിനക്ക് ഫുഡൊക്കെ മിസ്സാവില്ലേ? ഇപ്പൊ എനിക്ക് മിസ്സാവുന്നുണ്ട്. കാരണം ഇപ്പൊ ഫുഡൊന്നും ഇല്ല, അതുകൊണ്ട് മാത്രം ചിലപ്പോൾ നാട്ടിലത്തെ ഫുഡൊക്കെ ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ.